ഇതാ എൻ്റെ പുറത്തോട്ടാണോ ചാടിയത്? ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ പാടത്ത് കയറിയിരിക്കുകയാണ്. നമ്മൾ കുപ്പിച്ചൂണ്ട ഇടുകയും ചെയ്യുന്നുണ്ട്, വള്ളിച്ചൂണ്ട കെട്ടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങേ അറ്റത്താണ് നമ്മൾ ഈ വള്ളിച്ചൂണ്ട കെട്ടാൻ പോവുകയാണ്. വള്ളിച്ചൂണ്ട കെട്ടിയിട്ട് വന്നിട്ട് വേണം കുപ്പിച്ചൂണ്ട നമുക്ക് ഇടാൻ. കാര്യം ഇതിനകത്ത് ഒത്തിരി വരാലുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കയറി വള്ളിച്ചൂണ്ട ആദ്യം കെട്ടാം, അത് കഴിഞ്ഞ് കുപ്പിച്ചൂണ്ടയും ഇടുക. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് കോർക്കുന്നത് പള്ളത്തിയാണ്, ഈറ്റിയായിട്ട് കോർക്കുന്ന പള്ളത്തിയാണ്. വള്ളിച്ചൂണ്ടെന്ന് പറയുമ്പം നമ്മൾ 5 വള്ളി കിട്ടുന്നുണ്ട്. അപ്പം ഈ പള്ളത്തി ചത്തുപോകാതിരിക്കാൻ നമ്മളിങ്ങനെ കുറേശ്ശെ വെള്ളം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഒരു 6 മണിയായി കാണും അല്ലേ? ഏതായാലും അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ ഈ ചൂണ്ട നമ്മൾ ഈ പാടത്താകുന്നതുകൊണ്ട് തീറ്റി കോർത്തിട്ട് അതിനകത്ത് മറ്റ് പറവകളെന്ന് പറഞ്ഞാൽ നീർക്കാക്ക, മുണ്ടി ഇങ്ങനെയുള്ള ഇത് വന്ന് കൊത്തിയെടുക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് അവിടോട്ട് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ. ഓക്കെ, ആദ്യം നമ്മൾ വള്ളിച്ചൂണ്ടയാണ് കെട്ടുന്നത്. ഓക്കെ, നമ്മൾ വള്ളിച്ചൂണ്ടയുടെ വള്ളി കെട്ടാൻ പോവുകയാണ്. ഇവിടുന്ന് നേരെ തുടങ്ങി നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം. അതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മുതൽ വള്ളിച്ചൂണ്ട കെട്ടുന്നതും തീറ്റി കോർക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ചൂണ്ട കെട്ടണമെങ്കിൽ 2 പേരുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ചൂണ്ട കെട്ടുന്നതും തീറ്റി കോർക്കുന്നതും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ നേരെ ചൂണ്ട കെട്ടിക്കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ചൂണ്ട ഇപ്പം ഓൾറെഡി തുടങ്ങി. നമ്മൾ ആറ്റി കെട്ടുന്ന പോലെ അല്ല ഇത്, ചുമ്മാ തങ്ങ് കെട്ടിപ്പോവുക. ആറ്റിലാകുമ്പം ഒഴുക്കിൻ്റെ നോക്കണം, കാറ്റിൻ്റെ നോക്കണം. പാടത്തും കാറ്റ് വലിയ ശക്തമായ കാറ്റുണ്ടെങ്കിൽ ആ വിഷയമാണ് ചൂണ്ട കെട്ട്. ഉണ്ടോ? ഇങ്ങനെ നമ്മൾ നേർത്ത് അങ്ങോട്ടങ്ങ് പോവാണ്. ആട്ടാനുള്ള കുറ്റിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് കോർക്കാനുള്ള പള്ളത്തിയും നമ്മളെടുത്തു. ഒരു പാത്രമുള്ളത് അതൊക്കെ കെട്ടിയിട്ടു, കുപ്പിച്ചൂണ്ടയ്ക്കുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചൂണ്ട മുഴുവൻ കുത്തിക്കഴിഞ്ഞ് ചൂണ്ട മുഴുവൻ കെട്ടിക്കഴിഞ്ഞ് തീറ്റി കോർക്കാൻ നേരത്ത് കാണാം. ഓക്കെ, മീൻ മറിയുന്നുണ്ട്. നമ്മൾ മൊത്തം ചൂണ്ടയെ നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് കെട്ടിയ 2 വള്ളിയെ നമ്മൾ തീറ്റി കോർത്തു. ഇനി 3 വള്ളിയുടെ തീറ്റി കോർക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഈ 2 വള്ളിയെ നമ്മൾ തീറ്റി കോർത്ത് കഴിഞ്ഞിട്ട് തീറ്റി കോർത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കെട്ടിയ വള്ളിയുടെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ തുഴഞ്ഞു പോകുമായിരുന്നു. അപ്പോഴത്തെ ഇതിലൊരു വരാൽ ഉടക്കിയിട്ടുണ്ട്. അത് കണ്ടോ? അത്ര ഇത് നാടൻ വരാല കണ്ടോ? ആണോ? ഇത് അങ്ങ് മിഴുങ്ങിപ്പോയി. പുറത്തുണ്ട്, ഉണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇനിയും പള്ളത്തി കുറച്ച് ചെറിയ പള്ളത്തിയായി എന്നുള്ളത്. കയ്യ് ഊട്ടിയിലെങ്ങാണ്ടാ കയറിയിരിക്കുന്നു. നോക്കട്ടെ. അതുകൊണ്ടൊരു എൻ്റെ പൂവലാണ് കോർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഊരി എടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. ആമ കടിച്ചത്. അത് വെട്ടി വയറ്റിലോട്ടങ്ങ് ഇറക്കിപ്പോയി. എടുത്ത് ചൂണ്ട അവിടുന്ന് ഞാൻ ഊരി വിട്ട്. ഇനി ഇത് എങ്ങും ഉടക്കാതെ നമ്മൾ പയ്യെ വലിച്ചെടുക്കണം. എടുത്ത് വേണ്ട
വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഇത് നാടൻ വരാലാണ്. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ വരാൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തീറ്റ കുത്തുക. ഇനിയുള്ള ചെറിയ പള്ളത്തിയാണ് ഉള്ളത്. ഇനി നമ്മൾ വരുമ്പോൾ വലിയ വെള്ളത്തിൽ എടുത്തുകൊണ്ട് വരണം. വേണ്ട, ഇനിയും തീറ്റ കൂർക്കാൻ കിടക്കുകയാണ്. നമ്മുടെ 3 വള്ളിയോട് ഇനിയും തീറ്റ കൂർക്കാൻ കിടക്കുക. തീറ്റ കുത്തിക്കഴിഞ്ഞത് ഇവിടെ ഒരു മീൻ വെട്ടിയിട്ടുണ്ട്. എന്നാ മീനാണെന്ന് അറിയാൻ മേല, നോക്കാം നമുക്ക്. അവിടാണ് വെട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ പാടം മടയിട്ടു 2 ദിവസത്തേക്ക് മോട്ടർ ഓടിക്കാൻ തുടങ്ങും. ഇതിനകത്തുള്ള ഏത് മീനാണേലും ഇനി ഇതിനകത്ത് കിടന്നു പോകും. അത് ഭയങ്കര ഒരാലാണ് കേട്ടോ. ഞാൻ നോക്കട്ടെ, ടോർച്ചടിച്ചെന്ന് നോക്കട്ടെ, വെട്ടെങ്ങാനുണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ എടുത്തിടുകയാണ്. വരാലിൻ്റെ വലുപ്പമുണ്ട് അല്ലേ? സൂപ്പർ വരാല, തീരുത്ത വരാൽ. വലയിഞ്ഞെടുത്ത് നല്ല വെട്ട. രാത്രി ആകാറുണ്ട്, ടോർച്ചിന്റെ വെട്ടമോടെ അല്ലേ? അതെ, ആകാറുകൊണ്ട് വീഡിയോയില് എന്തായാലും നമുക്ക് കിട്ടിയ മീനെ ഇവിടെ കാണിക്കുക. പകലെന്തായാലും കാണിക്കാം. അപ്പോൾ 2 വരാലായി നമുക്ക്. എന്തായാലും ഇതിനെ തീറ്റി കുത്തിയിട്ടെ. അതെ, പകൽവട്ടത്തിൽ എന്തുമാത്രം മീൻ കിട്ടി, എന്തൊക്കെ മീനാണെന്ന് കാണാം. അപ്പം നമ്മൾ വള്ളിച്ചുകൊണ്ട് കെട്ടാൻ വന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനൊരു മറുപടിയാണ്. ഇനി നമ്മൾ തീറ്റി ഓർക്കാനോ തീറ്റി നോക്കാനോ വരുമ്പോൾ ഇനി നമ്മൾ വീഡിയോ എടുക്കത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ. ഇതെല്ലാം ഇനി മീൻ വെട്ടിയിട്ടുണ്ട്. നമ്മൾ തീറ്റയിൽ ഒരു മീൻ വെട്ടി. വാള കണ്ടോ, വാളയുടെ വലിപ്പം കണ്ടോ. അപ്പം നമ്മളിത് വീട്ടിൽ കൊണ്ടുപോവുക. ഇനി ഇതിനകത്ത് ഇട്ടിട്ട് കാര്യമില്ല. ഉണ്ടോ, ഈ മട ഇട്ടുപോയി. നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രയോജനമില്ല, ചട്ടുപോയി. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ചൂണ്ട കെട്ടിയതാണ്. നമ്മൾ ചൂണ്ട കെട്ടി തീറ്റയെല്ലാം കോർത്ത് കഴിഞ്ഞ് വീട്ടിൽ കോർത്തപ്പം മുതലേ നമ്മൾ വരാൽ വെട്ടാൻ തുടങ്ങി. ഒത്തിരി വരാൽ കിട്ടിയായിരുന്നു. ഒത്തിരി വരാൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് ഒത്തിരി ഇരട്ടി രാത്രി 2 മണിയോടുകൂടിയാണ് നമുക്ക് തിരിച്ചു പോകാനെത്തത്. പിന്നെ തിരിച്ചു പോവുമായിരുന്നു. അപ്പോൾ അതുവരെ നമ്മൾ തീറ്റി മാറി കുത്തി ഇരുന്ന് വെട്ടിയ വരാലിനെയെല്ലാം നമ്മൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ വരാലെല്ലാം നമ്മൾ വൈകിട്ട് പിന്നെ നമ്മൾ 2-3 വരാൽ കിട്ടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോ എടുത്തില്ലായിരുന്നു, പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും ഈ ചൂണ്ട വലിക്കാൻ വന്നിരിക്കുക, ചൂണ്ട എടുക്കാൻ വന്നിരിക്കുക. കുപ്പിച്ചൂണ്ട നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുപ്പിച്ചൂണ്ട നമ്മളിട്ട് കുറച്ച് വരാൽ അതേലും കിട്ടി. അപ്പോൾ അതും എല്ലാം എടുക്കാൻ കിടക്കുക. ഇപ്പോൾ ഒരു സമയം 4 മണി ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പം ഈ ചൂണ്ട അങ്ങ് വലിക്കാം. അപ്പോൾ നമ്മൾ ഈ ചൂണ്ടയുടെ അടുത്ത് വന്ന് ഇതിന് കെട്ടഴിച്ച് നമുക്കെടുക്കാം. ഈ പാടത്ത് മോട്ടർ ഓടിക്കാൻ തുടങ്ങി. ഇവിടെയൊക്കെ ടൈറ്റായിട്ട് നിൽക്കുക. ഇവിടെയൊക്കെ നമ്മൾ ചൂണ്ട കുത്തിയപ്പം എളുപ്പം വരാൽ വെട്ടി. ഈ ഭാഗത്തുള്ള വരാൽ തീർന്നെന്നുള്ളതിൻ്റെ കണക്കാണ്. നമ്മളത് വള്ളത്തിൽ ജീവനോടെ കിടക്കുക. എന്തായാലും നമ്മൾ ഈ ചൂണ്ട വലിക്കുന്നത് വീഡിയോ എടുക്കുകയും വള്ളം നേരെ വിടുകയും ചെയ്യും. അപ്പം നമുക്ക് വരാൽ വല്ല മീൻ കിട്ടുമ്പോൾ മീൻ കാണിക്കാം. കാര്യം 2 പേരില്ലാതെ ഈ വള്ളി വലിക്കാനൊക്കത്തില്ല.
ഇതിൻ്റെ വെള്ളം നേരെ പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് വരാൽ കിട്ടുമ്പോൾ ഈ കാണിക്കാം. ഒരു വരാൽ നമ്മുടെ ഇപ്പം നോക്കാൻ വന്നതിൽ ഫസ്റ്റിലുള്ള വരാലാണ്. എടുത്ത് വെച്ചിട്ട് ഭയങ്കര ഇഴുക്കല്ലേ? വരാൽ കൈ കിട്ടത്തില്ല. ഇല്ലാത്തൊരു വിഴുങ്ങിയേക്കോ? പുറത്തുണ്ടോ? കുറച്ചുണ്ട്. ഭയങ്കര പല്ല. വേല ചോർത്തിയിരുന്നു. വേറെ പുറത്ത് തള്ളിക്കും, വേറെ പുറത്ത് തള്ളിക്കും. നോക്കിട്ട് ആദ്യത്തെ വരാല് നമുക്ക് കിട്ടി. ആദ്യത്തെ വരാലെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കാൻ വന്നപ്പോൾ ആദ്യത്തെ വരാല്. ഇവിടെ വീണ്ടും ഇവിടെ വരാല. എല്ലാം ഒരേ സൈസ് വരാല്. ഭയങ്കര ഇഴുക്കലായി. ചൂണ്ടലായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലേ കയ്യും പോവും. മഴയുണ്ട്. വൈകിട്ട് മഴ പെയ്തായിരുന്നു. നമ്മൾ പോയി 2 മണി കഴിഞ്ഞപ്പോൾ മഴ പെയ്ത്. ചൂണ്ട ഇങ്ങനെ അത് കുരുങ്ങിപ്പോയി കണ്ടോ. നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ മോട്ടോറുടെ വൃക്ഷം പുറകിലാണ്. വേണ്ടൊരു വരാൽ ഇത് ചത്തുപോയി കേട്ടോ. ഇത് ഇന്നില്ല, ഇതിൻ്റെ പൂവൽ ഇല്ല, ഇതിൻ്റെ കണ്ണിലാണ് കയറി ഉടക്കിയിരിക്കുന്നത്. പിന്നെ വൈകിട്ടും നമുക്ക് ഇതുപോലെ തന്നെ വരാൽ ചത്ത കിട്ടിയായിരുന്നല്ലോ. നല്ല വരാലായിരുന്നു. അതുകൊണ്ടോ ഈ ചൂണ്ട ഇങ്ങനെ പിരിഞ്ഞ് 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 അതിന് പിന്നെ അനങ്ങാൻ മേലാതായിപ്പോയി. അത് തന്നെയല്ല, അതിൻ്റെ കണ്ണിലാണ് കോർത്തിരുന്നത്. ആണോ? അതിനെ ഊരി എടുത്തിട്ട് കുറ്റി ഊരാനാ. ഇവിടെ കുറ്റിയുടെ ഇറമ്പി ഈ ചൂണ്ട അവിടെ അറ്റത്തല്ല നമ്മൾ കുറ്റി നാട്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ചൂണ്ടയൊന്ന് മാറ്റി. അശ്വട വാളയാ. ഇപ്പൊ ഊരിയിടാം. നമുക്ക് ആ കുറ്റി ഊരിയെടുക്കട്ടെ. മഴ വീണ്ടും ചാറാൻ തുടങ്ങി. പള്ളിയിലെല്ലാം കുറേ അഴുക്കുകളുണ്ട്. ഇവിടെ ഒരു വരാല, ചെറിയ വരാല. നമ്മുടെ ആദ്യത്തെ ഒരു വള്ളി തീരുകയാണ്. അടുത്ത വള്ളി ഇവിടെ 2 വള്ളിയാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. പോലായും പൊടിമീനും ഒക്കെയാണ്. അടുത്ത വള്ളി നമുക്ക് വലിച്ച് തുടങ്ങാം.
അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കെട്ടിയിരുന്ന ചൂണ്ട മുഴുവൻ തീർന്നു. നമ്മൾ ഇവിടുത്തെ ചൂണ്ട മുഴുവൻ അഴിച്ചെടുത്ത് നമുക്ക് 3-4 വരാല് കിട്ടിയല്ലേ, 3-5 വരാല് കിട്ടി. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മളടുത്ത വള്ളി കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇല്ല അതിട്ടുണ്ട്. വെള്ളം വെട്ടി പോവുക. ഇതേ ഫസ്റ്റിലേ ഉള്ളൂ ഒരാളാണെന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയും വലുതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വലുതായിരുന്നെങ്കിൽ അത് ഏതായാലും നല്ല വെട്ടായത് കൊണ്ട് കുഴപ്പമില്ല. നല്ല വെട്ടമല്ലായിരുന്നു. അതെ, കിട്ടി. ഞാൻ പറഞ്ഞ പോകത്തില്ലായിരുന്നു. മുഴുത്ത വരാല്. നല്ല മുഴുത്ത വരാല്. ഇപ്പൊ നല്ല ഭാരമായി. ഒത്തിരി വരാലായി. പിന്നീട് വരട്ടെ. വെള്ളം അങ്ങോട്ട് മാറ്റണം. അവിടെ ആമ്പലുണ്ട്. ആമ്പലിനകത്തൂടെ ആണ് വെള്ളം അങ്ങോട്ട് മാറ്റണം. ഒന്ന് ആമ്പലിൻ്റെ അടിയിൽ കയറി. ഒരാള് പിടിച്ച് കയറിയതാ. ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് പോവുക. ഇത് കുറേ ഭാഗം ഇവിടെ ആമ്പലുണ്ട്. ആമ്പലെന്ന് പറയാൻ ഒക്കത്തില്ല. ഇത് ആമ്പൽ പോലുള്ളതല്ല, ഒറ്റ ഒരു സൈസാണ്. അരളിയാണ്. അരളിയല്ല, ആമ്പലിൻ്റെ വർഗത്തിൽ പെടുന്നതാ. പക്ഷേ അമ്പലല്ല ഇത്. അതിന് പൂവുണ്ട്, അരളിയാ. ഇവിടെ കയറി ഉടക്കി. അതെ, നമ്മളറിയുന്നില്ല. ഇങ്ങനെ നേരം വെളുക്കാത്തത് കൊണ്ടേ നമ്മളറിയുന്നില്ല. നേരം വെളുത്താണെങ്കിൽ നമ്മൾ മീനുള്ള സ്വഭാവം നമുക്കറിയാൻ സാധിക്കും. ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ വെട്ടുന്ന പോലും നമുക്ക് അത്രയും വെളുത്ത വരാനില്ല. എന്നാലും തിരക്കായിട്ടില്ല. ഇതിനപ്പുറത്തുണ്ട്, പിന്നെ പിടിക്കുന്നുണ്ട്. ഉണ്ടോ? തൊട്ടപ്പുറത്താണ് തോന്നുന്നു. അടുത്ത് എടുക്കാം. മഴയും കയറുന്നുണ്ട്. വേണ്ടത് അപ്പുറത്ത് മറിയുന്നുണ്ട്. ഇത് നമുക്ക് കിട്ടിയ സൈസ് തന്നെ. ഇവിടെ ഇപ്പൊ പൊങ്ങാതായി. ഇഷ്ടപോലെ പൊങ്ങാതായി. ഉണ്ടോ?
ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ കിടക്കട്ടെ. ഇനി അങ്ങനെ എടുക്കുന്നത് ശ്രദ്ധിക്കണം. അതെ, ചാക്ക് നമ്മുടെ ഒരു ചെറിയ ചാക്കുണ്ട്, ചൂണ്ട കെട്ടിക്കൊണ്ട് വന്ന ഒരു ചാക്കുണ്ട്. ഒരാളിവിടെ വെട്ടി മറിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മറിയുന്നത് നമുക്കെല്ലാം കിട്ടണമെന്നില്ല. കാര്യം തുമ്പത്താണ് വെട്ടെങ്കിൽ അത് പറഞ്ഞു പോകും. ഇത് കിടന്ന് കുറേ നേരമായി ചാടാൻ തുടങ്ങിയിട്ട്. ഈ ഭാഗത്തായിരുന്നു അത്. അത് പോയി. ഈ ഭാഗത്ത് ചാടിയത് അത് വിട്ടുപോയി, തീറ്റിയില്ലാതെ. കുറ്റിയതല്ലേ. മഴയുന്നതുകൊണ്ട് മഴ ഇനി നല്ലപോലെ പെയ്യുമെന്ന് തോന്നുന്നു. പടിഞ്ഞാറ് മഴക്കാറുണ്ട്. വെള്ള വരാലിനെല്ലാം നമുക്ക് ഫസ്റ്റിലെ ചൂണ്ട കിട്ടിയപ്പോഴേ കിട്ടി. അടുത്ത് കിട്ടാൻ കിട്ടിയിട്ട് ഇറമ്പിലോട്ടെ വെള്ളം അടിപ്പി. ഒരു ചൂണ്ട തീർന്നായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ചൂണ്ട ഇനിയിപ്പോൾ എടുക്കുക. ഇവിടെ ഇത് അനങ്ങുന്നുണ്ട്, ഇത് മീനുണ്ട്. അങ്ങാണ്ടാണെന്ന് തോന്നുന്നു, അടുത്തല്ല. അതന്നെ പിരിഞ്ഞ് റെഡിയായി. ഭയങ്കരമായിട്ട് തെങ്ങുന്നു ഒരാൾ. കുറേയേറെ സമയമായി ഇത് വെട്ടിയിട്ട്. ഇപ്പം നമ്മൾ പൊക്കാനൊക്കത്തില്ല. വല കീറിയിരിക്കുക. ചൂണ്ടയുടെ പിരിവൊന്ന് മാറ്റിയിട്ടേക്കാം. മുഴുത്ത വരാലല്ല, ഒന്നും തിരക്കേടില്ല. നമ്മൾ കൈ പൊക്കി കറക്റ്റായിരുന്നു. ഇപ്പം നമുക്ക് പറ്റത്തില്ല, പാരക്കൂടലായി. എടുക്കട്ടെ. വേറെ നമ്മൾ ചാക്കെടുത്താൽ മതി, നല്ല ചാക്കേ. പക്ഷെ നല്ല ചാക്കെടുക്കുമ്പം വേണ്ടൊരു വാള കിട്ടി. ഒരാളാണോ? ഞാൻ കണ്ടില്ല. ഒരാള കത്ത് കിടക്കുക, പിരിഞ്ഞ് നാടൻ വരാല. പിരിഞ്ഞ് ശ്വാസം എടുക്കാൻ മേലാത്ത ഒരു വായ്പ്.
ഉണ്ടോ? ചൂണ്ട ഈ പരു തിരിച്ചിത്രയും വരൂ ചൂണ്ട ഇല്ല, അതുകൊണ്ടാണ് അത് ചത്ത് പോയത്. ഇത്രയും പിരിഞ്ഞ് 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 ഒരാളിന് അനങ്ങാൻ മേലാത്ത ഒരു വൈപ്പ്. പിരിയൊന്ന് എടുക്കട്ടെ. നമ്മൾ വള്ളി മുഴുവൻ വലിച്ചു കഴിഞ്ഞു, ലാസ്റ്റ് വള്ളിയായിരുന്നു ഇത്. നമുക്ക് ഈ വള്ളിച്ചൂണ്ടയിൽ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് തരക്കേടില്ലാതെ ന്യായമായ വരാൽ കിട്ടി. പക്ഷെ നമ്മൾ വള്ളിച്ചൂണ്ട ആദ്യം കെട്ടിയപ്പോൾ മുതലേ വരാൽ പിടിക്കാൻ തുടങ്ങിയത്. ഒത്തിരി വരാൽ നമുക്ക് കിട്ടി, അത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണിക്കാം. അപ്പം നമുക്ക് ഇത്രയും വരാൽ കിട്ടിയിട്ടുണ്ട്. വള്ളിച്ചൂണ്ട നമ്മൾ തീർന്ന് അഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കരയ്ക്ക് കൊണ്ടുവന്ന് ഈ ചൂണ്ടയും ഇത് ഈ കുറ്റി കാലും എല്ലാം എടുത്ത് കരയ്ക്ക് വെച്ചിട്ട് കുപ്പിച്ചൂണ്ട നോക്കാൻ നമുക്ക് വരാം. അപ്പോൾ നേരെ കരയ്ക്കോട്ട് പോവാം. നമ്മൾ കുപ്പിച്ചൂണ്ട എടുക്കാൻ വന്നതാണ്. നമ്മുടെ മറ്റുള്ള ചൂണ്ടയെല്ലാം കരയ്ക്കെടുത്ത് വെച്ച് ഈ കുപ്പിച്ചൂണ്ട നോക്കി വന്നിരിക്കുന്നതാണ് നമ്മൾ. പല സ്ഥലത്തും ഇങ്ങനെ ഒഴുകിപ്പോയി കിടക്കുകയാണ്. ഇതൊരു ചൂണ്ടയാണ്. നമ്മൾ ഈ ചൂണ്ടയൊക്കെ അങ്ങ് ഇട്ടിരിക്കുന്ന ചൂണ്ടയാണ്. ഇതെല്ലാം കാറ്റിന് വരും, അല്ല മീൻ പിടിച്ച് ഒഴുകി വരുന്ന മീനൊന്നുമില്ല. നമ്മളിങ്ങനെ നോക്കിയെടുക്കുകയാണ്. സമയമെടുക്കും. നമ്മൾ ഇന്നിപ്പോൾ 4 മണിക്ക് 4 മണിയായപ്പോൾ വന്നതാണ്. ഒത്തിരി അകലെയാണ്. ഇട്ടിരിക്കുന്ന ചൂണ്ടയുടെ ഒരു കാൽഭാവമെങ്കിലും നമുക്ക് നഷ്ടം വരും. കാണുന്നതൊക്കെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം അവിടെ ഇട്ടിരുന്ന ചൂണ്ടയൊക്കെയാണ് ഈ വലിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. കാറ്റടിച്ച് പോരുകയും ചെയ്യും, ചെറിയ മീനെ പിടിച്ച് പോരും. നമ്മുടെ പിന്നെ ഇട്ടിരിക്കുന്ന പള്ളത്തി അതും ചെറുതായിട്ട് ഓടി മാറും. ഇതൊക്കെ മീൻ പിടിച്ചോടി വന്നതായിരിക്കണം, അല്ല പിന്നെ ഇതിനകത്തൊക്കെ കയറേണ്ട കാര്യമില്ല. ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കി നമുക്ക് പോവാം. കുപ്പിച്ചുണ്ടാൽ ഇപ്പോൾ ഒരു ചെറിയ വരാലാണ് കിട്ടിയിരിക്കുന്നത്. ചെറിയ വരാല, നമ്മളിതിനെ വിടുന്നില്ല. ഒരാൾ ചാടിപ്പോയേനെ. നമ്മുടെ കുപ്പിച്ചുണ്ട ഇങ്ങനെ നോക്കി 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 ഇവിടെ വന്നപ്പോഴത്തേക്ക് കാടിനകത്തൊരു മീൻ വലിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. വരാല വേണ്ട ഉടക്കിയിരിക്കുക. അത്ര മുഴുത്ത വരാലല്ല. എടുക്കാം. നമ്മുടെ നാടൻ വരാല. വരാൽ ഭയങ്കരമായിട്ട് തിന്നിപ്പോ അതാ വരാലിന് പറയുന്നത്. വരാല് പോലെ കിടക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യം, തിന്നി കിടക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ ഒരു കുപ്പി വലിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മീനുണ്ടോ എന്ന് നോക്കട്ടെ. മീനില്ല. അത് പോയി. ഇതിലൊരു വരാനുണ്ടായിരുന്നു, ചത്തുപോയി. വേണ്ട, വെള്ളം എടുക്കാൻ മേലാഴിയല്ല അത് വന്നത്. ഇതിൻ്റെ പൂവലാണ്
വരാലങ്ങ് മെഴുങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പൂവലാണ് കയറി ഉടക്കി ഇരിക്കുന്നത്. അതാണ് ഈ അങ്ങ് മെഴുങ്ങിയിരിക്കുക. അപ്പോൾ നമ്മൾ ചൂണ്ട മൊത്തം വലിച്ചു, കുപ്പിച്ചൂണ്ടയും കുപ്പിയും മുഴുവൻ പെറുക്കി നമ്മൾ വള്ളം കെട്ടുന്ന സ്ഥലത്ത് വന്ന് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്കിന്ന് കുറച്ച് വരാൽ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് കിട്ടിയ വരാൽ വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിക്കാം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, നമുക്ക് ഇപ്പം കിട്ടിയ വരാൽ, ഇപ്പം നമ്മൾ രാവിലെ നോക്കാൻ പോയപ്പോൾ കിട്ടിയ വരാലാണ് ഇത്. സൂപ്പർ അല്ലേ? നല്ല സൂപ്പർ വരാല്. ഇതിനല്ല നമുക്ക് ചത്തത് കുറെ വാള ഉൾപ്പെടെ ചത്തത്. ഇനി നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ചൂണ്ട കെട്ടിയപ്പോൾ മുതൽ വരാൽ വെട്ടിയത് വരാൽ ഇതിനകത്ത് കിടക്കുന്നത്. അതും കാണിച്ചു തരാം. നമ്മൾ ചാകാതെ ഇട്ടിരിക്കുകയാണ്. യോരാമ്മയും വന്ന് യോരാമ്മയെ അറിഞ്ഞില്ല. രാത്രിയായപ്പോ പിന്നെ അറിഞ്ഞില്ല നമ്മൾ വരാല് പിടിച്ചോണ്ടിട്ടത്. അവൻ എന്നാ സാധനോ. ഇന്നലെ വൈകിട്ട് നമുക്ക് 2 കിലോ എടുത്ത് കാണും അല്ലേ? അത് 2 കിലോയ്ക്ക് മേളിൽ കാണും. എന്റെ പുറത്തോട്ടാണോ ചാടിയത്? വീണ്ടും എന്റെ പുറത്തോട്ട് ചാടി. ഇന്നലെ നമ്മൾ ചൂണ്ട കെട്ടാൻ തുടങ്ങി, വെട്ടി തീറ്റി കോർക്കാൻ തുടങ്ങിയപ്പോ തുടങ്ങി വരാൽ വെട്ടാൻ തുടങ്ങി. ആകെ നമ്മൾ വിഷമിച്ചു പോയി. ഉപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ കാര്യമായിട്ട് നോക്കിയില്ല, കാര്യം സമയം കിട്ടിയില്ല. ഇനിയുണ്ട്. കൂടുതലും നമ്മുടെ വള്ളിച്ചൂണ്ടയിലായിരുന്നു വരാൻ മുഴുവൻ കിട്ടിയത്. ഇതിനകത്ത് ചത്ത കിടപ്പുണ്ട്. ചത്ത കിടപ്പുണ്ട് ഇതിനകത്ത് വരാല്. അതൊക്കെ ഈ അങ്ങ് അകത്ത് കയറി പോകുന്ന വരാലാണ് ഈ ചത്തു പോകുന്നത്. ഉണ്ടോ? ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഒരിട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ ഒരു വരാലി ചാടി. കഴിഞ്ഞ ദിവസം നമ്മൾ ഉപ്പിച്ചുണ്ട കെട്ടിയത് വീഡിയോ നമ്മൾ എടുത്തില്ല, ഉപ്പിച്ചുണ്ട ഇട്ടായിരുന്നു. അതിൽ കിട്ടിയ വരാലെല്ലാം നമ്മൾ 400 രൂപ പ്രകാരമാണ് പോയത്. അപ്പോൾ അങ്ങനെ ഉപ്പിച്ചുണ്ട ഇട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ വരാൽ കൂടുതലുണ്ടെന്ന്. അങ്ങനെ ആ വള്ളിച്ചുണ്ട കെട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം നമ്മുടെ വള്ളിച്ചുണ്ട കെട്ടിയതും കുപ്പിച്ചുണ്ട ഇട്ടുള്ള കിട്ടിയ വരാലാണ്. ഇതിനകത്ത് കുറച്ച് വരാൽ ചത്തുപോയായിരുന്നു. വൈകിട്ടും 2-3 വരാൽ ചത്തുപോയി. അതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു നമ്മൾ. അപ്പോൾ അത് നമുക്ക് കാണിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഇത്രയും മീനാണ് നമ്മളൊരു രാത്രി വള്ളിച്ചുണ്ട കെട്ടിയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. സാരം തന്നെയോ അത് വീണ്ടും ചാടാൻ തുടങ്ങി. ഉണ്ടോ? പെരുത്ത വരാലാണ്. അപ്പോൾ ഓക്കെ.